ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന മൊഡ്യൂളിൽ മോളിക്കുലർ ഓർബിറ്റ് തിയറിയുടെ ബാലൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരു 2 ക്ലാസ്സോളം മോളിക്കുലർ ഓർബിറ്റ് തിയറി എടുത്തു. പിന്നെ ഫൈനലായിട്ട് നമുക്കൊരു ക്ലാസ് ഉണ്ടായിരിക്കും. തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സും കൂടി കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ മോളിക്കുലർ ഓർബിറ്റ് തിയറി ആണ് നമ്മൾ ഇന്നും എടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എനർജി ഓർഡർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിരുന്നില്ലേ? സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s അതിന്റെ എനർജി ഓർഡർ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന് ഇലക്ട്രോൺസ് 14 ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആയിട്ട് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ എനർജി ഡയഗ്രാം എന്ന് വെച്ചാൽ ആ ഓർഡർ നമ്മൾ നോക്കി. പിന്നെ ബോണ്ട് ഓർഡറും ഹൈഡ്രജന്റെ കണ്ടു. ഇത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് അല്ലേ? ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചും കൂടി മോളിക്യൂൾസിന് എന്ത് ചെയ്യാം, ബോണ്ട് ഓർഡർ കാണാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം കേട്ടോ. ഇപ്പോ യെസ് B2 മോളിക്യൂൾ നോക്കി നോക്കാം. B2 ബെർലിയം 2 അതായത് B2 മോളിക്യൂൾ. ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ബോണ്ട് ഓർഡർ ഒന്ന് കണ്ടു നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, എനർജി ഓർഡർ എഴുതാം അല്ലെ. ഓർഡർ എങ്ങനെയായിരുന്നു? സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. പിന്നെ ബെർലിയം എന്ന് പറയുന്നത് 14 ഇലക്ട്രോൺസ് കുറവുള്ള മോളിക്യൂളാണ് അല്ലെ. ബെർലിയം 14 ഇലക്ട്രോൺസ് കുറവാണ്. മൊത്തം എത്ര ഇലക്ട്രോൺസ് വരും? B2 അല്ലേ. ബെർലിയം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെർലിയം 4 അറ്റോമിക് നമ്പർ. 4 + 4 2 ബെർലിയം ആകുമ്പോൾ 8 ഇലക്ട്രോൺസ് നമുക്ക് ഫിൽ ചെയ്യാനുള്ളൂ. അപ്പൊ സിഗ്മ സ്റ്റാർ 2s. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ 14 ആയതുകൊണ്ട് ഏത് വരും? ആദ്യം വരുന്നത് π2px അല്ലെ. π2px വരും. പിന്നെ π2py വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ആവശ്യം വരില്ല മിക്കവാറും. നമുക്ക് ഇത്ര എഴുതി നോക്കട്ടെ. ബാക്കി നമുക്ക് വേണമെങ്കിൽ എഴുതിയാൽ പോരെ. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് നോക്കാം. ഫില്ല് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെ ഫില്ല് ചെയ്യാം. ആദ്യം സിഗ്മ 1s 2 ഇലക്ട്രോൺ അല്ലെ. മൊത്തം 8 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ സിഗ്മ 1s. സിഗ്മ സ്റ്റാർ 1s 2 ഇലക്ട്രോൺ. സിഗ്മ 2s 2 ഇലക്ട്രോൺ. സിഗ്മ സ്റ്റാർ 2s 1 ഇലക്ട്രോൺ. ഇനി പൈയിലേക്കൊന്നും എന്തില്ല, px-ലേക്കും py-ലേക്കും ഇലക്ട്രോൺസ് ഇല്ല. 8 ഇലക്ട്രോൺസ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഇലക്ട്രോൺസ് ഇതിലേക്ക് എത്തുന്നില്ല. ഈ മുന്നേ ഫിൽ ആയി പോയി. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ കാണണം അല്ലേ. ബോണ്ട് ഓർഡർ എങ്ങനെ കാണുന്നത്? നമ്മൾ ഓൾറെഡി ഫോർമുല പഠിച്ചു. ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇവിടെ ബോണ്ടിങ് ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസാ? 1 ഇവിടെ 2 പിന്നെയോ ഇവിടെ 2 4 ഇലക്ട്രോൺസ്. ആന്റി ബോണ്ടിങ്ങിലും ഇതാ സ്റ്റാർ ഉള്ള രണ്ടെണ്ണത്ത് 4 ഇലക്ട്രോൺസ് 4. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 ആണ് ബോണ്ട് ഓർഡർ കിട്ടാം. കണ്ടില്ലേ ഇവിടെ ബോണ്ട് ഓർഡർ 0 അതിന് അർത്ഥം എന്താ? B2 എന്ന് പറയുന്ന മോളിക്യൂൾ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ബെർലിയം ഇങ്ങനെ മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. B2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് നോൺ എക്സിസ്റ്റന്റ് ആണ് കേട്ടോ. എന്താണ് അർത്ഥം? നോൺ എക്സിസ്റ്റന്റ്. കണ്ടോ, ബോണ്ട് ഓർഡർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. ക്ലിയർ ആയി? അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇതേപോലെ എല്ലാം കാണാം. നമുക്ക് ഓക്സിജൻ കാണാം, നൈട്രജൻ കാണാം, എല്ലാം ഇതേപോലെ തന്നെയാണ് കാണുന്നത്. എനർജി ഓർഡർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഇത് നോക്കി നോക്കാം. CO മോളിക്യൂൾ നോക്കി നോക്കാം. CO കാർബൺ മോണോക്സൈഡ് അല്ലേ. മോണോക്സൈഡ് വേറെ ആറ്റംസാ വരുന്നത് അല്ലെ. ഇത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എങ്ങനെ വരിക? CO മോളിക്യൂൾ മൊത്തം എത്ര ഇലക്ട്രോൺസ് ആണ്? കാർബൺ 12 കാർബൺ 6 അല്ലെ. കാർബൺ 6 ഇലക്ട്രോൺസ് കേട്ടോ. കാർബൺ എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസും ഓക്സിജൻ 8 ഇലക്ട്രോൺസും എത്ര കിട്ടും? 14 ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസ് പറയുമ്പോൾ ലെസ് ദാൻ 14 ആ ഓർഡർ തന്നെയാണ് വരിക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ 1s ഓർഡർ എഴുതാം. സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. പിന്നെയോ പൈയിലെ π2px-ഉം π2py-യും ഇത് രണ്ടും ഒരുമിച്ച്. പിന്നെ സിഗ്മ 2pz. ഓക്കെ, നമുക്ക് ഇത് പിന്നെ പൈ സ്റ്റാർ ആണ്. നോക്കി നോക്കാം. ചിലപ്പോൾ ഇത് തന്നെ കംപ്ലീറ്റ് ആവും. അങ്ങനെ എഴുതാം. പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py പിന്നെ സിഗ്മ സ്റ്റാർ 2pz ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതില് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് നോക്കിയാൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാ? 14 ഇലക്ട്രോൺസാ. സിഗ്മ 1s 2 എണ്ണം, സിഗ്മ സ്റ്റാർ 2 എണ്ണം, സിഗ്മ 2s 2 എണ്ണം, സിഗ്മ സ്റ്റാർ 2s 2 എണ്ണം. പിന്നെ നമ്മൾ ഇത് ഓരോന്നായിട്ട് അത് ഫില്ല് ചെയ്യണം. ഓരോന്നായിട്ട് ഫില്ല് ചെയ്താൽ എത്ര ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ്. ഇവിടെ 9, 10, 11, 12 അല്ലേ. അപ്പൊ നമുക്ക് 2 എണ്ണം കൊടുക്കാം. 2 ഇലക്ട്രോൺസ് ഇവിടെ, 2 ഇലക്ട്രോൺസ് ഇവിടെ. അപ്പൊ എത്ര ആയിട്ടുള്ളൂ? 8 2 3 2 5 12 ആയി അല്ലേ. പിന്നെ 2 ഇലക്ട്രോൺസ് ഇവിടെയും കൂടി കൊടുക്കണം. ഓക്കെ, pz കൂടി വരും. 2pz കൂടി വന്നു. അപ്പൊ 14 ഇലക്ട്രോൺസ് ഫില്ലായി. ഓക്കെ അല്ലേ? ഫില്ലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ബാക്കിയൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രോൺസ് ബാക്കി ഇതിലേക്കും പോകുന്നില്ല. ഹാഫ് ഇൻറ്റു NB മൈനസ് NA അല്ലേ. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു NB എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ് ഓർബിറ്റൽ ഉള്ളത്? ഇവിടെ 2 ഇലക്ട്രോൺ. 2 ഉം 4 ഉം 6ഉം 2 ഉം 2 ഉം 4 ഉം 6ഉം
ഇത് രണ്ടും ബോണ്ടിങ് അല്ലെ, ഈ രണ്ട് പൈ രണ്ടും ബോണ്ടിങ് അല്ല. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, ഓക്കെ 2 4 6 8 10 കണ്ടോ, 10 ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ. കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആന്റി ബോണ്ടിങ്ങിൽ 2 4 4 ഉള്ളൂ അല്ലെ, 10 - 4. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6/2 എന്ത് കിട്ടും? ആൻസർ എന്ത് വരാം? ബോണ്ട് ഓർഡർ കിട്ടും 3 അല്ലേ കിട്ടുക? 3 ആണ് കിട്ടുക. അപ്പൊ ഈ ബോണ്ട് ഓർഡർ നല്ല ഹൈ വാല്യൂ അല്ലെ, അപ്പൊ അത് ഭയങ്കര വെരി സ്റ്റേബിൾ ആണ്. CO എന്ന് പറയുന്ന മോളിക്യൂൾ കാർബൺ മോണോക്സൈഡ് വെരി സ്റ്റേബിൾ ആണ്, കാരണം ബോണ്ട് ഓർഡർ 3 ആണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇതിൽ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലായിടത്തും 2 2 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തുകൂടെ പറയാം? ഡയാമാഗ്നറ്റിക് എന്ന് പറയാം കേട്ടോ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അർത്ഥം എന്താ? ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അതുകൂടി പറയാം. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയി? ഇനിയിപ്പോ ഇതെല്ലാതും ഇങ്ങനെ തന്നെ ചെയ്യാം, ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. മോളിക്യൂൾസ് എക്സാമ്പിൾ വേണ്ടല്ലോ. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ ഓക്സിജന്റെ എന്താ പറയാ, ഓക്സിജൻ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അതായത് ഓക്സിജൻ O2 ഉണ്ട്, പിന്നെ O2 പ്ലസ് ഇതിന്റെ ഒരു കാറ്റയോൺ ആണ്, പിന്നെ O2 2 പ്ലസ് ഉണ്ട്, പിന്നെ O2 മൈനസ്, അതുപോലെ O2 2 മൈനസ്. ഇത്രയും ആനോൺസും കാറ്റയോൺസും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ബോണ്ട് ലെങ്ത്തും ബോണ്ട് എനർജിയും സ്റ്റെബിലിറ്റിയും നമുക്ക് കമ്പയർ ചെയ്യാം. ഈ ബോണ്ട് എനർജിയും ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അത് സിമ്പിൾ അല്ലേ, കാരണം നമ്മുടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ, അതായത് നമുക്കിപ്പോൾ ഒരു ഹൈലി പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടുന്ന അർത്ഥം. ബോണ്ട് ഓർഡർ കൂടെന്ന് വെച്ചോളൂ. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തും എന്താണ്? അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ കൂടുന്ന അർത്ഥം എന്താ? ബോണ്ട് ലെങ്ത് കുറയാണ്. നമുക്കറിയാം ത്രിബിൾ ബോണ്ട് ആണ് ഏറ്റവും കുറവ് ലെങ്ത് കുറവ്, പക്ഷെ ഏറ്റവും സ്റ്റേബിളും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഹൈ ആയിട്ടുള്ള ആർക്കാണ്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഹൈ ആയിട്ടുള്ളത് ഈ ട്രിബിൾ ബോണ്ടിനാണ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി പറയുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ്. അപ്പൊ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബോണ്ട് ലെങ്ത് കുറയും. പക്ഷെ അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ത് ചെയ്യും? കൂടും. മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഈ കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ച് നമ്മൾ ഇത്രയും ഓക്സിജൻ ഇത്രയും മോളിക്യൂൾസിന്റെ ബോണ്ട് ഓർഡറും അതിന്റെ ബോണ്ട് ലെങ്ത്തും അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകാം. ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഈ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഓർഡറിൽ എഴുതിയിട്ട് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ബോണ്ട് ഓർഡർ കിട്ടും. ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ കിട്ടുമല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡറിന്റെ അതേ ഓർഡറിലായിരിക്കും ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാൻ ഒരു സ്ലൈഡ് എടുക്കാം. ഓക്കെ, ഓക്കെ, ഇതില് ആദ്യം നമ്മൾ എടുക്കുന്ന O2 ആണ് കേട്ടോ. O2 ല് എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 16 ഇലക്ട്രോൺസ് ആണ് അല്ലെ. പിന്നെ എഴുതി നോക്കല്ലേ. സിഗ്മ 1s ഒറ്റ പ്രാവശ്യം എഴുതുന്നുള്ളൂ കേട്ടോ, പിന്നെ നമുക്ക് എഴുതുമ്പോൾ ടൈം പോകും. സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, ഇത് തന്നെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ. സിഗ്മ സ്റ്റാർ 2s, പിന്നെ ഇവിടെ 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 14 ആണ്. 40 ഇലക്ട്രോൺസ് കൂടുതലായതുകൊണ്ട് ആദ്യം എന്ത് വരും? സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് വരുന്നത് സിഗ്മ 2pz ആണ്. അത് കഴിഞ്ഞിട്ടാണ് പൈ 2px ഉം പൈ 2py വരും. പിന്നെ പൈ സ്റ്റാർ 2px ഉം പൈ സ്റ്റാർ 2py ഇങ്ങനെ വരാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ ഇതില് സെക്കൻഡ്, ഓക്കെ, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ടൊന്ന് എഴുതിയതാണ്, നമുക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ഫില്ല് ചെയ്യുമ്പോൾ O2 ആണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത്. 16 ഇലക്ട്രോൺ. അതെ, എങ്ങനെ ഫില്ല് ചെയ്യാം? 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ഇപ്പൊ എത്രയായി? 10 ആയി. 10 2 12 14. ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ 14 ആയിപ്പോ ഇവിടെ ഫില്ല് ചെയ്യുമ്പോഴോ ആദ്യം നമ്മൾ ഹാഫ് ഫിൽഡ് ആക്കണം. ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് പോകാൻ പറ്റും. ഇവിടെ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ കൊടുക്കണം, PX-ലും PY-ലും. അപ്പത്തിന് എന്തായി? നമുക്ക് ഫിൽ ആയി അല്ലെ, 16 ഇലക്ട്രോണും ആയി. പിന്നെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്യുക? ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ കാണുന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസാ? 2 2 4 2 6 2 8 2 10 ഇലക്ട്രോൺസ്. ആന്റി ബോണ്ടിങ്ങിലോ ഇവിടെ 2 2 4 5 6 ഇലക്ട്രോൺസ് ആണ് ആന്റി ബോണ്ടിങ്ങിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസർ 10 - 6 8 10 - 6 4/2 2 കിട്ടും അല്ലെ. 2 ആണ് കിട്ടുക. ഇനി O2 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസാ? O2 മൈനസ്. O2 ഓൾറെഡി 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോണിൽ ഒരു നെഗറ്റീവ് ചാർജ് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. അപ്പൊ 16 + 1 17 ഇലക്ട്രോൺ ആണ്. 17 ഇലക്ട്രോൺ അല്ലേ? നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ മാത്രം മാറ്റി കൊടുത്താൽ മതി. 17 ഇലക്ട്രോൺ പറയുമ്പോൾ എങ്ങനെ വരാ? 17 അല്ലേ? 17 ഇലക്ട്രോൺ. യെസ്, ഇവിടെ എക്സ്ട്രാ
ഇവിടെ 2 എണ്ണാവും. അതായത് എങ്ങനെ വരുന്നത്? ഇവിടെ എത്തുമ്പോഴേക്ക് 14. 2, 4, 6, 8, 10, 12, 14 ആയി. നമുക്ക് 3 ഇലക്ട്രോണാണ് വേണ്ടത്. 3 ഇലക്ട്രോൺ പറയുമ്പോൾ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇവിടെ തന്നെ കൊടുക്കണം. അല്ല, എന്നാലേ 3 എണ്ണം ആവുള്ളൂ. ഇപ്പൊ ഇവിടെ 2 ആകും. ഓക്കെ, അപ്പൊ 2 + 1 3 ആയി. കറക്റ്റ് ആണ്. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, ഇവിടെ 10 ഇവിടെ മാറിയിട്ടില്ല അല്ലെ? 10 മൈനസ് ഇവിടെയോ? ഇവിടെ എത്ര ഇലക്ട്രോൺസാ? ആന്റിബോഡിയിലുള്ള ഇലക്ട്രോൺസ് എത്രയാവും? ഇവിടെ 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 1 7 ഇലക്ട്രോൺസ്. അപ്പൊ 10 - 7 3/2 എത്ര വരും? 1.5. 1.5 ആണ് ബോണ്ട് ഓർഡർ വരിക. ഇതും അതേപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വേഗം ചെയ്ത് വെക്കാം. നമുക്ക് സെയിം തിങ് പിന്നെ കാണിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ O2 2- ആകുമ്പോൾ ഇലക്ട്രോൺസ് എത്ര വരിക? 18 ഇലക്ട്രോൺസ് വരും. 16ഉം പിന്നെ 2 മൈനസ് 2 ഇലക്ട്രോൺ എക്സ്ട്രാ 18 ഇലക്ട്രോൺ. ഇവിടെ ബോണ്ട് ഓർഡർ കാണുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ 2 ആയിട്ട് മാറും അല്ലെ? ഇതും 2 ആയിട്ട് മാറും. ഇതിന്റെ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കൂടി വരും. അപ്പൊ ബോണ്ട് ഓർഡർ 1 കിട്ടും. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടി. 2ഉം 1.5ഉം 1ഉം. ഇനി നമ്മൾ ഈ ഓക്സിജന്റെ ബോണ്ട് ഓർഡർ കമ്പയർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കാണാനുള്ള ഏതൊക്കെയാണ്? ഇനി കാണാനുള്ളത് എന്ന് പറയുന്നത് O2+ കാണണം. പിന്നെ കാണേണ്ട ഏതാ? നമ്മൾ കാണാത്ത പിന്നെ O2 2+ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? O2+ ഉം O2 2+ കണ്ടിട്ടില്ല. O2+ നമ്മൾ കണ്ടോ? ഇല്ല. O2+ എന്താണ്? ഇതേ സെയിം ഓർഡർ തന്നെയാണ്. ബിക്കോസ് O2+ എത്ര ഇലക്ട്രോൺസ് വരും? O2+ വരുന്ന ഇലക്ട്രോൺസ് 15 ഇലക്ട്രോൺ അല്ലെ? 15 ഇലക്ട്രോൺ. അതും ഈ സെയിം ഓർഡർ ആണ്. ഇപ്പൊ സെയിം ഓർഡറിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? 15 ഇലക്ട്രോൺ പറയുമ്പോൾ എന്ത് വരും? ഇത് പോകും അല്ലെ? 15 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2, 4, 6, 8, 10, 12, 14 ഇവിടെ വരും. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോണും കൂടി. ഇങ്ങനെയായാലും 15 ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ ജസ്റ്റ് കാണാൻ എഴുതാണ്. ബോണ്ട് ഓർഡർ വരുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു, ഇവിടെ ബോണ്ടിങ്ങിൽ വരുന്ന ഇലക്ട്രോൺസ് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. ആന്റിബോഡിയിൽ 5 ഇലക്ട്രോൺ വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 2.5 കിട്ടും. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, 2.5 കിട്ടും. ഇനി നമുക്ക് O2 2+. O2 2+ എത്ര ഇലക്ട്രോൺസാ? O2 2+ൽ O2 പറയുമ്പോൾ 16 ഇലക്ട്രോൺ ആണ്. O2+ എങ്ങനെ വന്നത്? 16 ഒന്ന് പോയപ്പോൾ 15 ആയത്. ബിക്കോസ് പ്ലസ് പറഞ്ഞ ഒരു ഇലക്ട്രോൺ പോവല്ലേ. അപ്പൊ O2 2+ എന്ന് പറഞ്ഞാൽ 16 2 ഇലക്ട്രോൺ മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 14 ഇലക്ട്രോൺ. ഓക്കെ, 14 ഇലക്ട്രോൺ പറയുമ്പോൾ നമ്മൾ ഫോർമുല എന്ത് ചെയ്യണം? ഫോർമുല ചേഞ്ച് ആവും അല്ലെ? എത്ര എന്ത് വരും? ഫോർമുല ഒരു മിനിറ്റ്. ഇവിടെ ആക്ച്വലി നമ്മൾ സെയിം ഫോർമുല ഉപയോഗിച്ചാലും ആൻസർ വ്യത്യാസം വരുന്നില്ല ബോണ്ട് ഓർഡറിൽ. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. മറ്റേ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങിന് എണ്ണം എപ്പോഴും സെയിം ആയിട്ടിരിക്കും. ഇലക്ട്രോൺസിന് എണ്ണം. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക? സെയിം ഫോർമുല ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും മറ്റേ ഫോർമുല ആണ്. പക്ഷെ ഇവിടെ ആൻസർ ഒന്നും മാറാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സെയിം ഫോർമുല ഉപയോഗിക്കുകയാണ്. നമുക്ക് എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത് ഇപ്പോൾ? O2 2+ എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺ ആണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ കൊടുത്താലും ആൻസർ സെയിം ആയിട്ട് വരാം. എത്ര ഇലക്ട്രോൺസ്? 14. 2, 4, 6, 8, 10, 12, 14. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ടല്ലേ? നമ്മുടെ ശരിക്കുള്ള ഫോർമുല എന്ന് പറയുന്നത് 14 എലമെന്റ് ആകുമ്പോൾ 14 ഇലക്ട്രോൺസും കുറവാകുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരണം മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പോഴും എന്ത് ചെയ്യാം? വ്യത്യാസം വരില്ല. നമുക്ക് ഇതേ ഇലക്ട്രോൺസ് തന്നെ ആയിരിക്കും ഇതിന്. അതുകൊണ്ടാണ് മറ്റേ എനർജി ഓർഡർ മാറ്റി എഴുതാത്തത് കേട്ടോ. അതുകൊണ്ടാണ് മാറ്റി എഴുതാത്തത്. സെയിം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബോണ്ട് ഓർഡർ കിട്ടുന്നത് ബോണ്ട് ഓർഡർ is equal to ഹാഫ് ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ വരുന്നത്? 2, 4, 6, 8, 10 ഇലക്ട്രോൺസ്. ആന്റിബോണ്ടിങ്ങിലോ? ആന്റിബോണ്ടിങ്ങിൽ 4 ഇലക്ട്രോൺസ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 10 - 4 വരും. ഓക്കെ, 10 - എന്ത് കിട്ടും? ആൻസർ 10 - 4 6 ആണ്. 6/2 3. അപ്പൊ നമുക്ക് ഓക്സിജൻ എല്ലാ സ്പീഷീസിന്റെയും എന്ത് കിട്ടി? ബോണ്ട് ഓർഡർ കിട്ടിയില്ലേ? ഇനി നമ്മൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടി നോക്കണം. ഏതിലേക്കാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത്? നമുക്ക് ഈ ഒരു ഫോർമുല ഇത് നമുക്ക് കിട്ടും. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഏതിലേക്കാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കിട്ടും. പക്ഷെ നമുക്ക് എക്സാമിന് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലത് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ടൈം ഇല്ലായിരിക്കും ഇതിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇത്രയും ചെയ്ത കാര്യം ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ടാബുലാർ ആക്കാം. അപ്പൊ ടാബുലാർ ആക്കിയാൽ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് O2, O2+, O2 2+, O2-, O2 2-, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ബോണ്ട് ഓർഡർ ഞാൻ ഇവിടെ എഴുതാം. ബോണ്ട് ഓർഡർ 2, 2.5, 3, 1.5, 1 ഇങ്ങനെയാണ് ബോണ്ട് ഓർഡർ വരുന്നത്. കണ്ടില്ലേ? പിന്നെ ഇതിന്റെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ഇതേപോലെ നമുക്ക് അവിടുന്ന് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് എന്താണ്? ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സാമിന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതൊന്ന് ഓർത്ത് വെക്കണം നല്ലത് കേട്ടോ. ഇവിടെ 2 ഇലക്ട്രോൺസ് വരും. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ 0 ഇലക്ട്രോൺ,
1 0. അപ്പൊ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് നോക്കണം? അൺപെയർഡ് ഇലക്ട്രോൺസ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് എന്താണ് ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക്. 0 0 ഇവിടെ എന്താണ്? ഇത് ഡയ ആണ്. ഡയ ഏതാന്ന് നോക്കിയത്? ഡയ ഏതൊക്കെയാ? O2 2+ ഉം O2 2- ആണ് ഡയ. ബാക്കി എല്ലാവരും പാര. അങ്ങനെ പഠിച്ചാൽ മതി, എല്ലാം കൊണ്ട് പഠിക്കണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ. O2 2+ ഉം O2 2- ഉം ഡയാമാഗ്നറ്റിക് ആണ്. ബാക്കി എല്ലാവരും എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തേക്കാം. 2+ 2- അത് രണ്ടും ഡയ ആണ്, ബാക്കിയെല്ലാം പാര. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്ത് നോക്കാം, പക്ഷെ അത്രയും ടൈം നമുക്ക് പോകും, അതുകൊണ്ടാണ്. ഇനി ബോണ്ട് ഓർഡറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ ഈ എണ്ണം ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഏതൊക്കെയാണ് പാര ഏതാന്ന് അറിഞ്ഞാൽ മതി. ഇത്ര കറക്റ്റ് എണ്ണൊന്നും നമുക്ക് കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഏതിനാ? O2+ അല്ലെ. പിന്നെ അല്ല O2+, O2+ ആണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ. പിന്നെ O2+, പിന്നെ O2, പിന്നെ O2-, O2 അപ്പൊ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാത്ത വലിയ ബുദ്ധിമുട്ടില്ല. എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? ബോണ്ട് ഓർഡറിന്റെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ളത് ഏതിനാണ്? പ്ലസ് വരുന്നതിനാണ്, അതായത് കാറ്റോൺസിനാണ് കൂടുതൽ ബോണ്ട് ഓർഡർ വരുന്നത് ഇവിടെ. യെസ്, കണ്ടോ, കാറ്റോൺ ഈ O2+ ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു ചാർജ് കുറഞ്ഞ കാറ്റോൺ ആണ് 2.5, ഇതാണ് പിന്നെ അടുത്ത ബോണ്ട് ഓർഡർ. പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള O2, അത് 2. പിന്നെയാണ് എന്ത്? നെഗറ്റീവിന് ബോണ്ട് ഓർഡർ കുറവല്ലേ, അതായത് O2- 1.5. O2 2- ഏറ്റവും കുറവ് ബോണ്ട് ഓർഡർ എത്രയാ? 1 ആണ് ബോണ്ട് ഓർഡർ. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് ഓർഡർ ഒന്ന് ഓർത്ത് വെക്കാം. ഇത്രയും ചെയ്യേണ്ട പകരം നമ്മൾ ഇത് ഈ ഒരു ഐഡിയ ഒന്ന് കൈ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അപ്പോ ഇവിടെ O2- ഉണ്ട് അല്ലേ, ഇവിടെ O2-. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം? ഏറ്റവും കൂടുതൽ O2 2+-നാണ്, പിന്നെ O2+, പിന്നെ O2, പിന്നെ O2-, പിന്നെ O2 2-. ഓക്കെ, ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം. ഇതാണ് ബോണ്ട് ഓർഡറിന്റെ ഓർഡർ. പിന്നെ ഈ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്താ കൂടുക? ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും അല്ലെ. ഇപ്പൊ ബോണ്ട് ഓർഡറും അതുപോലെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി വേണം എന്നുള്ളത്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും. അത്രയും ബുദ്ധിമുട്ടായിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ നേരെ ഓപ്പോസിറ്റ്. ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ ഓപ്പോസിറ്റ് ആവാം? ഇവിടെ O2 2+-ന് ഏറ്റവും കുറവ് ബോണ്ട് ലെങ്ത് O2+, പിന്നെ O2, പിന്നെ O2 2-, പിന്നെ O2 2'. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടെ O2-. ഓക്കെ, ക്ലിയർ ആയി? ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് O2 2-. ഇനി സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ഇതായിരിക്കും. ഇതാണ് സ്റ്റെബിലിറ്റിന്റെ ഓർഡർ കേട്ടോ. ഇതാണ് സ്റ്റെബിലിറ്റിന്റെ ഓർഡർ തന്നെയാണ്. സ്റ്റെബിലിറ്റി ഓർഡർ തന്നെയാണ്, അതായത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ ആയി? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് നോക്കി. ഉറപ്പ് ക്ലിയർ ആയല്ലോ? ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോണ്ട് ഓർഡറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഓക്സിജന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. കണ്ടോ, ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോണ്ട് ഓർഡർ ഓഫ് O2, O2+, O2-, O2 2- follows the order. ഇങ്ങനെയാണ് ചോദ്യം വരിക. അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പൊ ചെയ്ത എനർജി എമോസ്ഡ് എനർജി ഓർഡർ ഒക്കെ എഴുതി നമ്മൾ ബോണ്ട് ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും അത്രയും ടൈം നമുക്ക് പോകും. അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കണം, നല്ല ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഓർഡർ ഒന്ന് പഠിക്കണം നല്ലത്. ഇത് ഏത് കറക്റ്റ് ഓർഡർ ഏതാ? ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഏതിനായിരുന്നു? പ്ലസ് ഉള്ളതിനായിരുന്നു അല്ലെ. O2 2+-നായിരുന്നു ഏറ്റവും കൂടുതൽ. ഇവിടെ 2+ ഇല്ല, അപ്പൊ പിന്നെ അടുത്ത് O2+ ആണ് ഏറ്റവും കൂടുതൽ. O2+ ഏറ്റവും കൂടുതലുള്ള ഓപ്ഷൻ ഏതൊക്കെയാ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കി O2, O2-, O2 2-. ഫസ്റ്റ് തന്നെ കിട്ടിയില്ല ആൻസർ. എളുപ്പമാണ് ആൻസർ കിട്ടാൻ, സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ചോദ്യം വരുന്നുള്ളൂ. ഈ ബോണ്ട് ഓർഡറിന് പകരം ബോണ്ട് ലെങ്ത് ചോദിക്കാം, ബോണ്ട് ഡിസോസിയേഷൻ എനർജി ചോദിക്കാം, സ്റ്റെബിലിറ്റി ചോദിക്കാം, ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്തും ചോദിക്കാം. അപ്പോഴൊക്കെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയി? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ചോദ്യം. ഇത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ബോണ്ട് ഓർഡർ ഓഫ് N2- and N2+ ആർ ദ സെയിം. ഇവിടെ നമ്മൾ N2 ഉണ്ട്, N2+, ഉണ്ട്, N2- ഉണ്ട്. ഇതിന്റെ ബോണ്ട് ഓർഡർ ഒന്ന് കാണണം. ഓക്കെ, സ്റ്റെബിലിറ്റി ബോണ്ട് ഓർഡർ കിട്ടുക, സ്റ്റെബിലിറ്റിയും കിട്ടുമല്ലോ. ബോണ്ട് ഓർഡർ കൂടുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുന്നത്. ചെയ്ത് നോക്കല്ലേ? അപ്പൊ എത്ര ഇലക്ട്രോൺസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം? N2+ എന്ന് പറഞ്ഞാൽ N2 പറഞ്ഞാൽ 14 ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പ്ലസ് അല്ല, ഒരു ഇലക്ട്രോൺ പോയി. ഒരു ഇലക്ട്രോൺ പോയാൽ എത്ര ഇലക്ട്രോൺ? 13 ഇലക്ട്രോൺ. ഇനി നമ്മുടെ N2- ആണെങ്കിലോ 14 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടി. അപ്പൊ എത്ര ഇലക്ട്രോൺ? 15 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഓർഡർ വ്യത്യാസം ഉണ്ട് അല്ലെ. നമുക്ക് എഴുതി നോക്കട്ടോ. σ1s, σ*1s, σ2s, σ*2s, പിന്നെ
N2 13 ഇലക്ട്രോൺസ്. 14 കുറവായതുകൊണ്ട് ഇവിടെ എന്ത് വരും? പൈ ആദ്യം വരും അല്ലെ? പൈ ആദ്യം വരും. പൈ 2px, പൈ 2py. പിന്നാണ് പൈ സ്റ്റാർക്ക് വരുന്നത്. പക്ഷെ അത്രയൊന്നും ആവശ്യം വരില്ല, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത്ര മതിയാവും എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺസ് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് വരുള്ളൂ. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇട്ട് നോക്കാം. അയ്യോ, ഞാൻ ഇതിന്റെ ഇടയിൽ സിഗ്മ ഇടാൻ മറന്നുപോയി, സോറി കേട്ടോ. ഇതല്ല, ഇതിന്റെ ഇടയിൽ സിഗ്മ pz ഇല്ലേ, pz ഇടാൻ മറന്നുപോയി. pz കഴിഞ്ഞിട്ടാണ് പൈ സ്റ്റാർ വരുന്നത്. ഓക്കെ, സിഗ്മ 2pz അല്ലേ, 2pz. പിന്നെ പൈ സ്റ്റാർ ഉണ്ട് കേട്ടോ. മിക്കവാറും നമുക്ക് പൈ സ്റ്റാറിലേക്ക് പോകേണ്ടി വരില്ല, എന്നാൽ ലിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് നോക്കാം. 13 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ, 2, 2. പിന്നെയോ 8 ആയി അല്ലേ? 8, 2, 10, 2, 12. 12 പിന്നെ നമുക്ക് 1 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? ആ 1 ഇലക്ട്രോൺ ഇവിടെ ഇട്ടു. കറക്റ്റ് ആയല്ലോ? 1, 2, 3, 4, 5, 6, 12, 13. ഇത് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ബോണ്ട് ഓർഡർ ഒന്ന് കാണാം കേട്ടോ. ബോണ്ട് ഓർഡർ കാണുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ബോണ്ട് ഓർഡറാ N2 പ്ലസ് ഉണ്ട്. ഹാഫ് ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ് ഉള്ളത്? 2, 4, 6, 8. 8 കിട്ടി അല്ല, 8, 9 ഇവിടെ ഉണ്ട് അല്ലെ? 9 ഇലക്ട്രോൺസ്. ഓക്കെ, 2, 4, 6, 8, 9. ഓക്കെ, ഈ ആന്റി ബോണ്ടിങ്ങിൽ 2, 4 4 ഉള്ളൂ. എന്ത് കിട്ടി? 9 - 4 5/2. നമുക്ക് എന്ത് കിട്ടും? 2.5 ആണ് ഇത് കിട്ടുക. ഇതേ നമ്മൾ 15 ഇലക്ട്രോൺസ് ഉള്ള N2 മൈനസും ഇതൊന്നും ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? ഇവിടെ തന്നെ ഞാൻ മായ്ക്കട്ടെ ജസ്റ്റ്. നമുക്ക് രണ്ടാമത് ഫുൾ എഴുതാൻ തന്നാൽ ഇവിടെ ഓർഡർ വ്യത്യാസം ഉള്ളൂ. അതായത് ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഓർഡർ വ്യത്യാസം വരുന്നത് ഇവിടെ എന്ത് വരും? ആദ്യം പൈ വരും അല്ലെ? പൈ അല്ല, ആദ്യം സിഗ്മ വരും, എന്നിട്ട് പൈ രണ്ടും ഒരുമിച്ച് വരും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 14 ആകുമ്പോൾ ആദ്യം സിഗ്മ 2pz വന്നു, പിന്നെ എന്ത് വരും? പിന്നെ പൈ 2px ഉം പൈ 2py ഉം. രണ്ട് പൈയും എന്താ അടുത്തടുത്ത് വരിക? പൈന്റെ ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും അടുത്തടുത്ത് വരുന്നതാണ് നമ്മുടെ ഗ്രേറ്റർ ദാൻ 14 പ്രത്യേകത. ഇലക്ട്രോൺസിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, നമുക്ക് ഇലക്ട്രോൺസ് ഇട്ട് നോക്കാം. എത്ര ഇലക്ട്രോൺസ്? 15. 2, 4, 6, 8, 10, 12, 14, 15. ഇങ്ങനെയാണ് വരാം. ബോണ്ട് ഓർഡർ എങ്ങനെ വരും? ബോണ്ട് ഓർഡർ ജസ്റ്റ് ഇവിടെ എഴുതാട്ടെ ഞാൻ. ഓക്കെ, ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ? 15 ഇലക്ട്രോൺസ് കറക്റ്റ് അല്ലോ? 2, 4, 6, 8, 10, 12, 14, 15. ഓക്കെ, ബാക്കി നമുക്ക് സിഗ്മ സ്റ്റാർക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ബോണ്ടിങ് ഇലക്ട്രോൺസ് 2, 4, 6, 8, 10. 10 ഉള്ളൂ. 10 മൈനസ് ആന്റി ബോണ്ടിങ്ങിലോ 2, 4, 5 അല്ലെ? ഇവിടെ മാത്രമല്ലേ ഉള്ളൂ 5. അപ്പോ 5/2 എന്താ? 5/2 2.5. അപ്പൊ എന്ത് കിട്ടി? രണ്ട് നമുക്ക് എന്ത് കിട്ടി? 2.5 ആൻസർ കിട്ടി. സോ ഇതിന്റെ എന്തർത്ഥം? അതായത് രണ്ടിന്റെയും ബോണ്ട് ഓർഡർ സെയിം ആണ്. N2 പ്ലസിന്റെയും ഇവിടുത്തെ N2 മൈനസിന്റെ N2 പ്ലസിന്റെയും N2 മൈനസിന്റെയും ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്. അതിനർത്ഥം രണ്ടിനും എന്തായിരിക്കും? ഒരേ സ്റ്റെബിലിറ്റി ആയിരിക്കും. ബോണ്ട് ഓർഡർ സെയിം അർത്ഥം എന്താ? ഒരേ സ്റ്റെബിലിറ്റി ആണ്. സോ ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ബോണ്ട് ഓർഡർ ഓഫ് N2 മൈനസ് N2 പ്ലസ് ആർ സെയിം. ഇത് കറക്റ്റ് ആണ്, നമുക്ക് കിട്ടി. രണ്ടും 2.5 ആണ്. പിന്നെ N2 plus is more stable than N2 minus. അങ്ങനെ വരുമോ? ഇല്ല, ഇത് തെറ്റാണല്ലേ. കാരണം ബോണ്ട് ഓർഡർ സെയിം ആയ പിന്നെ സ്റ്റെബിലിറ്റി അത് മോർ ആകൂല, ലെസ്സും ആകൂല. പിന്നെ എന്താണ്? N2 plus and N2 minus are equally stable. അതാണ് കറക്റ്റ്. സെയിം ബോണ്ട് ഓർഡർ ആയതുകൊണ്ട് സെയിം സ്റ്റെബിലിറ്റി. അപ്പൊ ആൻസർ എന്താ? 1ഉം 4 ആണ് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. 1 and 4 ഓൺലി. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ ഈ ചോദ്യം. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് F2 പ്ലസിന്റെ ബോണ്ട് F2 പ്ലസിന്റെ ബോണ്ട് ഓർഡർ ആണ്. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇതേ സെയിം എനർജി ഓർഡർ എഴുതുന്നു, നമ്മൾ ബോണ്ട് ഓർഡർ കാണുന്നു. നമുക്ക് എനർജി ഓർഡറും തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. എത്ര ഇലക്ട്രോൺസ് വരും വേണമെങ്കിൽ എഴുതാം. ഫ്ലൂർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫ്ലൂറിന് 9 ഇലക്ട്രോൺസ് ആണ്. 9 + 9. ഫ്ലൂറിൻ 2 അല്ലേ? F2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? എത്ര ഇലക്ട്രോൺസ് ടോട്ടൽ? 18 ഇലക്ട്രോൺസ് അല്ലേ? പിന്നെന്താണ്? 2+ കൂടി ഉണ്ട്. വെറും F2 അല്ല. എന്നാൽ 2 ഇലക്ട്രോൺ പോയി. 18ന് 2 പോയി കഴിഞ്ഞാൽ -2 ഇലക്ട്രോൺസ് കൂടി വരും. 16 ഇലക്ട്രോണേ ഉള്ളൂ. ഇതും സെയിം എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം. സിഗ്മ വെച്ച് നമ്മൾ എഴുതി നോക്കാം. വെറുതെ ടൈം കളയണ്ട. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ നല്ലത്. നമ്മൾ എല്ലാതും സെയിം കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബോണ്ട് ഓർഡറും സ്റ്റെബിലിറ്റിയും ഒക്കെ നമ്മൾ MO തിയറി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യം കൂടി നോക്കാം കേട്ടോ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് സ്പീഷീസ്. ഈ തന്നിരിക്കുന്ന സ്പീഷീസിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് ഓർഡർ കാണണം. നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ എനർജി ഓർഡർ വേണം.
അപ്പൊ ഏതൊക്കെ സ്പീഷീസ്? NO മൈനസ്, NOയും NO പ്ലസും. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കണം. NO എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ്? നൈട്രജൻ 7 ഇലക്ട്രോൺസ്, ഓക്സിജൻ 8 ഇലക്ട്രോൺസ്, മൊത്തം 15 ഇലക്ട്രോൺ കിട്ടും. പിന്നെയോ NO മൈനസ് എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരും. പിന്നെ NO പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി, 15 ഒരു ഇലക്ട്രോൺ കുറച്ചിന് എത്ര കിട്ടും? 14 ഇലക്ട്രോൺ. ഇനിയല്ലേ വരുന്നത്. നമുക്ക് ആദ്യം ഇത് രണ്ടിന്റെയും കണ്ടുനോക്കാം. NOയുടെയും NO മൈനസിന്റെയും ബോണ്ട് ഓർഡർ കാണണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡർ എഴുതിയിട്ടുണ്ട്. ഇതാണ് എനർജി ഓർഡർ. ഗ്രേറ്റർ ദാൻ 14 കേസിൽ എനർജി ഓർഡർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇലക്ട്രോൺ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. NOയുടെ കേസ് 15 ഇലക്ട്രോൺ അല്ലേ? 2, 4, 6, 8, 10, 12, 14, 15. ബോണ്ട് ഓർഡർ എന്ത് വരും? ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എത്ര ഇലക്ട്രോൺസാ? കറക്റ്റ് ആണ്. ഓക്കെ, എത്ര ഇലക്ട്രോൺസ് ആണ്? ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസാ? 2, 4, 6, 8, 10. 10. ആന്റിബോഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 2ഉം 2ഉം 4ഉം 1ഉം 5 അല്ലെ? 5 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും? 10⁻5/2 വരും. എത്ര കിട്ടും? 2.5 കിട്ടും. ഓക്കെ, മറ്റേ രണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. വെറുതെ ടൈം കളയണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം, വേഗം മറ്റേ രണ്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 3 മോളിക്യൂളിന്റെയും ബോണ്ട് ഓർഡർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച മെത്തേഡിൽ ബോണ്ട് ഓർഡർ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ NO മൈനസിന് 16 ഇലക്ട്രോൺസിന് അതിന് 2 ആണ് ബോണ്ട് ഓർഡർ. NO പ്ലസ് 40 ഇലക്ട്രോൺ ആണ്, അതിന് 3 ആണ് ബോണ്ട് ഓർഡർ. NOന്റെ 50 ഇലക്ട്രോൺസ് അത് 2.5 ആണ് ബോണ്ട് ഓർഡർ. ഈ ബോണ്ട് ഓർഡറിന്റെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഏതിനാ വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് NO പ്ലസിന് അല്ലെ? NO പ്ലസിന്. അപ്പൊ എങ്ങനെ എഴുതാം? NO പ്ലസ് ഗ്രേറ്റർ ദാൻ, പിന്നെ 2.5 NO ഗ്രേറ്റർ ദാൻ NO മൈനസ്. ഇവിടെ എന്തിനാണ്? പ്ലസ് സ്പീഷ്യസിനാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റയോണിനാണ് എന്ത്? ബോണ്ട് ഓർഡർ കൂടുതൽ. അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതലും ഇതിന് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെ വരും? ഇവിടെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും പോസിറ്റീവ് ഉള്ള സ്പീഷ്യസ്. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. നമ്മൾ ഓക്സിജൻ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് ഇത്. നമുക്ക് ഇത്രയും ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും. ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട എന്താ? NO പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ NO, പിന്നെ NO മൈനസ്. ഇങ്ങനെയായിരിക്കും ഇതിന് ആൻസർ വരാം. ഓക്കെ, ഇതും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ബോണ്ട് ഓർഡർ കാണാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത്രയാണ് വരുന്നത്. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ടോപ്പിക് ആയിട്ട് നാളെ കാണാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ബോണ്ട് ഓർഡർ കാണാനുള്ള ഇത്രയും ഇതാണ്. അടുത്ത ടോപ്പിക് നമുക്ക് നോക്കട്ടെ. നമുക്ക് അടുത്ത ടോപ്പിക് നാളെ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ശരി, എല്ലാവർക്കും താങ്ക് യു.